ഇലക്കറികളുടെ കാര്യത്തിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ഒന്നാമത് നട്ടു വളർത്താൻ ചീര പോലുള്ള ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. ഇതിൻ്റെ തൈ കിട്ടാനാണ് ഒരു പ്രയാസമില്ല. നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിച്ചാൽ മതി. എവിടെയെങ്കിലും ഒരെണ്ണം കുഴിച്ച് വെച്ചാൽ അതിൽ നിന്ന് 3-4 വള്ളി വരും, ഒരാഴ്ച കൊണ്ട് വരും. അത് കട്ട് ചെയ്തെടുത്ത് 1 ഇഞ്ച് 2 ഇഞ്ച് നീളത്തിൽ എവിടെയെങ്കിലും ചുമ്മാ കാഷ്വലായിട്ട് നട്ടാൽ മതി, ഇഷ്ടം പോലെ വളർന്ന് പടരും. അപ്പോൾ അതിൻ്റെ നിന്ന് ഇല നമ്മൾ കൈകൊണ്ട് ആ തണ്ടോടുകൂടി, ഇലയുടെ തണ്ട്, അതായത് വള്ളിയല്ല നുള്ളി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് കാണിക്കാം, കാരണം അത് ഒരു കൈ വീഡിയോയും പിടിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇല ഞാനിപ്പോൾ എടുക്കാം. അതാ നോക്കി, ഇലയുടെ തണ്ടാണ് കാണുന്നത്. ആ ഇല തണ്ടോടുകൂടി നുള്ളിയെടുത്ത് അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് സ്റ്റിർ ഫ്രൈ ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും. നല്ല ടേസ്റ്റുള്ള ഇലയാണത്. പിന്നെ അമിതമായിട്ട് കഴിക്കരുത്. എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അല്പം തൈരും കൂടെ ചേർത്ത് കഴിക്കണം. വഴുതനങ്ങ പോലെ ഇതിനകത്തൊരു ഓക്സാലിക് ആസിഡ്, അത് കേട്ടാലും പേടിക്കൊന്നും ചെയ്യേണ്ട. നല്ല ഗുണമുള്ളതും രുചിയുള്ളതും വഴുതനങ്ങ കഴിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ കഴിക്കാം. ഇതും പ്രശ്നമൊന്നുമില്ല, അമിതമാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ആഴ്ചയിൽ ഇപ്പം നമ്മളൊരു 50-100 ഗ്രാം കഴിക്കുക, 2-3 പ്രാവശ്യം തോരൻ വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ കിട്ടില്ല. അതുപോലെ അത് 1 മാസം കൊണ്ട് കാട് പിടിച്ച് വളരും. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഇത് പ്രിപ്പയർ ചെയ്ത് കാര്യമായിട്ട് എടുത്തതൊന്നുമല്ല. ഞാൻ ചുമ്മാ രാവിലെ വെള്ളം ഒഴിക്കാൻ പോയപ്പോഴാണ് ഇതിങ്ങനെ, ഇത് വള്ളിക്ക് വേണ്ടിയാണ് ഇത് നട്ടത്, കിഴങ്ങിന് വേണ്ടി അല്ല എന്ന് പറയുന്നതാണ് ശരി. പിന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഞാനിതൊരു ചെറിയ പരീക്ഷണമായിട്ട് നടത്തുക. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വൃത്തിക്ക് കാണിക്കാം. അതിപ്പോൾ അതാണ് നിങ്ങൾ ഈ കമ്പി വലയിൽ ഇങ്ങനെ സൈഡിൽ നട്ട് വളർത്തുന്നത്. ശരി, വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.